നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണോ ഇനി വരാൻ പോകുന്ന സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുക? ഈ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, അന്താരാഷ്ട്ര തലത്തിൽ ചെയ്യണം. അതായത് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ടുകൊണ്ട് സമാധാനപരമായ ഒരു പോംവഴി ഉണ്ടാക്കാൻ ട്രംപ് ശ്രമിക്കുന്നു. അപ്പം ഈ ഒരു കാര്യത്തിന് പാകിസ്ഥാന്റെ സമ്പൂർണ്ണ പിന്തുണ ഡൊണാൾഡ് ട്രംപിന് കൊടുത്തിരിക്കുന്നു. അതായത് ഇന്ത്യ പാക് സംഘർഷത്തിന് ഇടയിലൂടെ ഒരു നൊബേൽ സമ്മാനം അടിച്ചെടുക്കാൻ ട്രംപ് സാഹിബ് ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് റിപ്പോർട്ടർ TV ഒരു കാർഡായി പ്രസിദ്ധീകരിച്ചത്. നമ്മുടെ ഒരു സുഹൃത്ത് ശ്രീ അഭിലാഷ് ജി നായർ ഇത് സംബന്ധിച്ച് ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് നോക്കാം. നമുക്ക് ട്രംപിന്റെ ഒരു കളി നോക്കണം, ഇതിനിടയിലൂടെ കളിക്കാൻ നോക്കുകയാണ്. അതായത് പണ്ടുകാലത്ത് ഈ ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് താഴെ ഇരുന്ന് ചോര കുടിക്കുന്ന കുറുക്കന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് സമാനമാണ് ഇത്. ചോരയ്ക്ക് പകരം നൊബേൽ സമ്മാനമാണെന്നേ. ഇപ്പോ കളി മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് അഭിലാഷിന്റെ പോസ്റ്റ് തുടങ്ങുന്നു. കമ്മി കൊങ്ങി മൂരി സുഡാപ്പി അന്തങ്ങൾക്ക് എല്ലാരെയും പറയുന്നുണ്ട്. കമ്മികളെയും കൊങ്ങികളെയും മൂരി സുഡാപ്പികളെയും ഒക്കെ തന്നെ പരാമർശിച്ചുകൊണ്ടാണ് തുടക്കം. ഇതായിരുന്നു മൂപ്പരുടെ ലക്ഷ്യവും. ഇതിനുവേണ്ടിയാണ് ഇന്ത്യ പാക് യുദ്ധം നിർത്തിയത്, ഞാൻ ഇടപെട്ട് എന്നൊക്കെ മൂപ്പര് തള്ളിമറിച്ചത്. നമ്മൾ ആ തള്ളു കേട്ടതാ കുറെ. പാകിസ്ഥാൻ സർക്കാരിനെ നയിക്കുന്നത് പ്രധാനമന്ത്രിയോ ക്യാബിനറ്റോ ഒന്നുമല്ല, അതാത് കാലത്തെ പട്ടാള മേധാവികളാണ് എന്ന് കൃത്യമായി അറിയുന്ന ട്രംപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് പട്ടി വില കൽപ്പിച്ച് പട്ടാള മേധാവിയെ വിളിച്ചു വരുത്തി വിരുന്നു കൊടുത്തത് നമ്മൾ കണ്ടതാണ്. പട്ടാള മേധാവി ഇതാ കണ്ടില്ലേ, ട്രംപിന്റെ വിരുന്നുണ്ട് ഏമ്പക്കം പോകുന്നതിന് മുൻപേ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കൊണ്ട് ട്രംപിനെ സമാധാന നൊബേലിന് നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള കടലാസിൽ ഒപ്പം വെപ്പിച്ചു. ഇതിനാണ് സ്വയം പൊങ്ങി ട്രംപ് ഈ കളിയൊക്കെ കളിച്ചത്. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രിയോ കാനഡയിൽ G7 കഴിഞ്ഞ് മടങ്ങും വഴി അമേരിക്കയിൽ വൈറ്റ് ഹൗസിലേക്ക് ഒന്ന് വരുമോ, ഞാനവിടെ നിങ്ങൾക്കായി വിരുന്നൊരുക്കുന്നു എന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം തന്നെ ക്ഷണിച്ച ട്രംപിനോട്, മിസ്റ്റർ ട്രംപ്, നിങ്ങൾ ഇലയിട്ട് ഉണ്ണാൻ വിളിക്കുന്നിടത്തൊക്കെ വരാൻ ഇരിക്കുകയല്ല ഞാൻ, ഇന്ത്യയിലെത്തിയിട്ട് എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് മാന്യമായി പറഞ്ഞ് സൽക്കാരം അന്തസ്സോടെ ചിരിച്ചുകൊണ്ട് നിരസിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി. ട്രംപിന്റെ ഗൂഢോദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും പാകിസ്ഥാൻ പട്ടാള മേധാവിയെയും വിരുന്നിന് എന്ന് പറഞ്ഞ് ഒരേ ദിവസം ഒരേ സമയം വൈറ്റ് ഹൗസിൽ എത്തിക്കുക, വിരുന്ന് നൽകുക, ഫോട്ടോയും വീഡിയോകളും എടുക്കുക, എന്നിട്ട് ഇത് ലോകമെങ്ങും പറത്തി ഇന്ത്യ പാകിസ്ഥാൻ സമാധാനത്തിനും കശ്മീർ പ്രശ്ന പരിഹാരത്തിനുമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും പാകിസ്ഥാൻ പട്ടാള മേധാവിയെയും ഒരേ ടേബിളിൽ ചർച്ചയ്ക്കെത്തിച്ച ട്രംപിന്റെ വിജയം, ട്രംപ് ലോക സമാധാനത്തിന്റെ ദൂതൻ, ട്രംപ് മാലാഖ എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി, പ്രാഞ്ചിയേട്ടൻ പ്രൊഫൈൽ ഉണ്ടാക്കിയതുപോലെ അത് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്. നൊബേൽ സമ്മാന സമിതിയെയും ലോകത്തെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അമ്പടക്കേമ ട്രംപെ എന്ന് പറയിപ്പിച്ച് ചുളുവിൽ നൊബേൽ സമാധാന പുരസ്കാരം അടിച്ചെടുക്കാനുള്ള കാഞ്ഞ ബുദ്ധിയായിരുന്നു ട്രംപ് സാഹിബിന്റേത്. പാകിസ്ഥാൻ പട്ടാള മേധാവി അസീം മുനീർ കൃത്യമായിട്ട് ആ കെണിയിൽ പോയി വീണുകൊടുത്തു. അല്ലെങ്കിൽ മതഭ്രാന്ത് അല്ലാതെ നാടിനോടോ നാട്ടുകാരോടോ കാലണയ്ക്ക് കൂറില്ലാത്ത പാകിസ്ഥാൻ പട്ടാള മേധാവി ആ നാടിനെ ആ വിരുന്നുമേശയിൽ വെച്ച് ട്രംപിനെ പണയം വെച്ചു. അതുമല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ മറുപടിയിൽ അടികൊണ്ട് പൊളഞ്ഞ ഭീകരരെയും ഭീകര കേന്ദ്രങ്ങളെയും തകർത്തതിന് പുറമെ പാക് വ്യോമസേനയുടെ പ്രധാന എയർബേസുകളും വിമാനങ്ങളും കൂടി ഇന്ത്യ തകർത്തതോടെ അന്താരാഷ്ട്ര തലത്തിൽ നാണം കെട്ട് നിൽക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ അനുഗ്രഹാശിസുകളോടെ ഇന്ത്യയെ കൂടി എങ്ങനെയെങ്കിലും നാണം കെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ട്രംപിന്റെ തള്ളുകൾക്ക് ലോകത്തിന് മുന്നിൽ ആധികാരികത ഉണ്ടാക്കാനും അതുവഴി ഇന്ത്യ വിരുദ്ധ ശക്തികളായ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകൾക്കും ജിഹാദികൾക്കും നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരിക്കാം പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ ലക്ഷ്യം. എന്തായാലും പ്രാഞ്ചിയേട്ടൻ ട്രംപും തോറ്റ ഫീൽഡ് മാർഷൽ അസീം മുനീറും അടവ് പഠിച്ച പള്ളിക്കൂടത്തിലെ പ്രിൻസിപ്പളാണ് താൻ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി സിമ്പിളായി തെളിയിച്ചു. അതുകൊണ്ടാണ് പോയിട്ട് എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ട് ഇവന്മാരുടെ ചൂണ്ടയ്ക്ക് കൊത്താൻ നിൽക്കാതെ താൻ എന്തിന് കാനഡയിലേക്ക് പോയോ ആ കാര്യം ഭംഗിയായി കഴിഞ്ഞിട്ട് അന്തസ്സായി മോദി ഇന്ത്യയിലേക്ക് മടങ്ങിയത്. ട്രംപ് സാഹിബിനോട് ഒന്നേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അഭിലാഷ്. തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ് കൊണ്ട് വരരുത്. അതുപോലെ തന്നെ ഒരേ ത്രാസിൽ വെച്ച് ഒരേ തട്ടിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനെയും അല്ലെങ്കിൽ മോദിയെയും പാകിസ്ഥാനിലെ മതഭ്രാന്തരായ പട്ടാള മേധാവിയും അളക്കരുത്. ഇതിനിടയിലൂടെ ഇന്ത്യയും പാകിസ്ഥാനെയും ഒക്കെ ഒന്ന് പറ്റിച്ച് ഇതിനിടയിലൂടെ ഒരു സമാധാന ദൂതൻ എന്നുള്ള ഒരു നൊബേൽ സമ്മാനം കൂടി അടിച്ചെടുക്കാം എന്ന് ഡൊണാൾഡ് ട്രംപ് സാഹിബ് വിചാരിച്ചെങ്കിൽ ഇത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തെ അങ്ങനെ ചൊറിയാനൊന്നും പറ്റില്ല. പാകിസ്ഥാൻ ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചോട്ടെ, ഇദ്ദേഹത്തിന്റെ പേര് എഴുതി ഒപ്പിട്ട് കൊടുത്തോട്ടെ, ആർക്കും ഒന്നുമില്ല. പക്ഷേ ട്രംപ് ഇപ്പം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്, ആരുടെ കൂടെയാണ് എന്താണെന്ന് അറിയില്ല. ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിപ്പോൾ ലോക പോലീസായി അമേരിക്ക അറിയപ്പെട്ടിരുന്ന കാലത്തെ ട്രംപ് അവിടെയുണ്ട്. ട്രംപിന്റെ ലക്ഷ്യം പലതുണ്ടായിരിക്കാം, ട്രംപിന് പല ഗൂഢോദ്ദേശങ്ങളും ഉണ്ടായിരിക്കാം, സൈനിക നീക്കങ്ങൾ ഉണ്ടായിരിക്കാം, അങ്ങനെ പലതും കാണുമായിരിക്കും.
പക്ഷേ ഇതിനിടയിലൂടെ ഇന്ത്യക്കിട്ടും നരേന്ദ്രമോദിക്കിട്ടും പണിയാൻ വന്നാൽ ആ പണി നടക്കില്ല, അത് പാളും.